ചില നേരത്ത് നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും അല്ലേ. അപ്പോൾ എനിക്ക് ഇന്ന് പെട്ടെന്ന് എന്താ വെച്ചാൽ ക്യാരറ്റ് ഹൽവ കഴിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം കേട്ടോ. അങ്ങനെ എനിക്കത് തോന്നാറില്ല. എനിക്കിങ്ങനെ ക്യാരറ്റ് ഹൽവ തോന്നുന്ന കാര്യമൊന്നുമല്ല. ഞാൻ ആകെ ഒരു തവണയൊക്കെ കഴിച്ചിട്ടുള്ളൂ. അതും കല്യാണം കഴിഞ്ഞൊക്കെ ചെന്നപ്പോൾ കുഞ്ഞോളോട് നാത്തൂൻ അങ്ങനെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കഴിച്ചാണ് കേട്ടോ. അല്ലാണ്ട് ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷേ എനിക്കിത് പെട്ടെന്നൊരാഗ്രഹം ക്യാരറ്റ് ഹൽവ കഴിക്കണമെന്ന് ആഗ്രഹം അങ്ങനെ അതിയായിട്ട് നിൽക്കുവാണ്. പക്ഷെ ഞാൻ വെയിറ്റ് ലോസിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു 2-3 ദിവസമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ വൈകുന്നേരത്തെ ഫുഡ് കട്ട് ചെയ്തിട്ട് സാലഡാണ് കഴിക്കണത്. അങ്ങനെയൊക്കെ ആക്കിയിരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ കൊതി വരുന്നത്. അങ്ങനെ കൊതി ആണെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അപ്പോൾ ഞാനൊന്നും നോക്കിയില്ല. കുറച്ച് കൂടുതൽ വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളെ ക്യാരറ്റ് ഒരു അത്യാവശ്യം വലിപ്പമുള്ള ക്യാരറ്റ് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടായപ്പം അതിലേക്ക് ഈ ഒരു ക്യാരറ്റും കൂടെ ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുത്തു കേട്ടോ. ചിലർ ഈ സമയത്ത് തന്നെ പാലൊഴിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു നെയ്യിൽ തന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇങ്ങനെ വറുത്തെടുത്ത് മാറ്റി വെക്കണം കണ്ടു. ഇതെൻ്റെ അടുത്ത് ഇല്ലാത്തതും കൊണ്ടാണ് അങ്ങനെ മാറ്റാണ്ടിരുന്നത് കേട്ടോ. കുറച്ച് ബദാമ ഉണ്ടായിരുന്നു. അപ്പം അത് ലാസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്ത് ചെയ്തു, ആദ്യം തന്നെ എണ്ണ ചൂടാക്കിയിട്ട് ഓയിൽ കേട്ടോ, ഓയിലല്ല, നെയ്യ്, നല്ല ശുദ്ധമായ നെയ്യ് അതിലേക്ക് ഇത് ചേർത്ത് കൊടുത്ത്. പിന്നെ എനിക്കിത് ആഗ്രഹം വരുന്ന 1 മണിക്കാണ്. 1 മണിക്ക് ഇവിടെ പാലിട്ടില്ല, പാല് തീർന്നിരിക്കുകയാണേനു. അപ്പോൾ നമ്മൾ ഇവിടെ സൊസൈറ്റിയിൽ കൊടുക്കാനുള്ള ഉണ്ടാവുമല്ലോ. അങ്ങനെ ആ ഒരു 4 മണി അവിടെ പാലിട്ടാനായിട്ട്. അപ്പം പാല് കിട്ടി കഴിഞ്ഞാൽ വേഗം ആ സംഭവങ്ങളൊക്കെ വേഗം സെറ്റാക്കി വെച്ചു. ഇതൊക്കെ അരിഞ്ഞ് മാറ്റി വെക്കലും അങ്ങനത്തെ പരിപാടിയൊക്കെ എല്ലാം പാത്രം കൊണ്ട് ചൊക്ക റെഡിയാക്കി വെച്ചു. പാല് മാത്രം കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ അങ്ങനെ പാല് വന്ന പാടെ തന്നെ ഞാൻ ഉണ്ടാക്കാനും തുടങ്ങി കേട്ടോ. അപ്പോൾ ആ ഒരു കുറച്ച് നേരം ആ ക്യാരറ്റൊക്കെ ഒന്ന് വാടിയതിന് ശേഷം ഈ ഒരു പാലും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. കുറച്ച് നേരം നല്ലോണം അത് വേവണം കേട്ടോ. നമുക്കിങ്ങനെ അങ്ങനെ പച്ചവ പാടില്ല, പെട്ടെന്ന് തന്നെ കുറുക്കിയെടുക്കുക എന്നുള്ളതല്ലല്ലോ. കുറച്ച് നേരം നല്ലോണം ആ ഒരു പാല് കിടന്നിടങ്ങോട്ട് വേവണം. അപ്പം അതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു ചെറിയ സ്പൂണാണ് കേട്ടോ, അത് ഭയങ്കര ചെറുതാണ്, അതിലൊരു 4 സ്പൂൺ കൊടുത്തു. തികയാണ്ട് വന്നപ്പോൾ ഞാൻ വീണ്ടും ഒരു 2-3 സ്പൂൺ ഒന്നും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് അത് കറക്റ്റ് നല്ല പാകം ആ ഒരു മധുരമായിട്ട് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. കുറയ്ക്കണേ നമുക്ക് അതിനനുസരിച്ച് കുറയ്ക്കേണ്ടി വരും. ഇനിയും കൂട്ടിയാൽ ഭയങ്കര മധുരമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഏലക്കായ ഒരു 2 ഏലക്കായ ഇട്ടിട്ട് 2-3 ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് പൊടിച്ചു. പക്ഷെ നമുക്ക് അത്ര ആവശ്യമില്ല. ഒരു 2 ഏലത്തിൻ്റെ പൊടി 1-2 മാക്സിമം മതിയാവും. അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ കുറേ പേരുടെയിൽ പാൽപ്പൊടി ചേർക്കണമുണ്ടോ ചേർക്കാത്തതുണ്ട്. എന്തായാലും ഇവിടെ പാൽപ്പൊടി മേടിച്ചിട്ട് കുറേ ദിവസമായിട്ടിരിക്കുന്നു. അപ്പോൾ അതിന് കുറച്ചും കൂടി വെയിറ്റ് ചെയ്ത് എൻ്റെ എക്സ്പയറി ആയി പോകുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ ഒരു പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടോ. അപ്പോൾ എനിക്കൊന്ന് കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. പിന്നെയാണ് ഞാൻ ആ ഒരു ഏലക്കായ പൊടിച്ച് വെച്ചൊരു വെതറിയത് ഇപ്പോഴാണ് കേട്ടോ. അതിന് ശേഷം ഇതേപോലെ കുറച്ച് നമ്മുടെ ഈന്തപ്പഴം ഉണ്ടായിരുന്നല്ലോ, ഈന്തപ്പഴം കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത്. പിന്നെ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബദാം ആൽമണ്ടും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പിന്നെയും നല്ലോണം ഇങ്ങനെ വഴറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫുൾ ഇട്ടില്ല കേട്ടോ. ഞാൻ ആ ഒരു ആൽമണ്ട് കട്ട് ചെയ്തത് നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ ഗോണിഷ് വേണ്ടിയിട്ട് മേലെ ഇങ്ങനെ പവറാക്കി ഇടുമല്ലോ, അതിന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം കുറച്ച് നേരം അങ്ങനെ ഇളക്കി റെഡിയാക്കി എടുക്കണം. ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. നമ്മൾ ഇങ്ങനെ നല്ല സംഭവം ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഉണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് എന്തായാലും ഇഷ്ടപ്പെട്ടു. നമുക്കിങ്ങനെ എന്താ പറയുക, ആ ക്യാരറ്റിൻ്റെ അങ്ങനത്തെ ചുവയൊന്നും അറിയില്ല, നല്ല എന്തോ ഒരു സാധനം കഴിക്കണ പോലെ ഒരു പായസം കുടിച്ചൊരു ഫീലും അല്ലേ, അതേപോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെ അപ്പം പോലെ കുറേ നേരം ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇതേപോലെ സെറ്റായി കിട്ടും. നമുക്ക് ആ ഒരു പാത്രത്തിൽ തന്നെ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഈസിയാണ്. ഇതിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുത്തു. അതിനുശേഷം ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തു. അപ്പം അച്ഛനും അമ്മയ്ക്കും ജസ്റ്റ് ടേസ്റ്റ് വെക്കാൻ വേണ്ടി മാത്രമേ ഉണ്ടായിരുന്നു കേട്ടോ. പഞ്ചസാരത്തെയും കൂട്ടാത്തെയും കൊണ്ട് അവർ. അപ്പം ഇത് മൊത്തം എനിക്കും പോകില്ല, എനിക്ക് എൻ്റെ കിളി പോകും, കാരണം മധുരമുള്ള സംഭവമല്ലേ, ഇത്രയൊന്നും പോവില്ല. അപ്പം എനിക്ക് ചൂടിനും കൊടുത്തേ. അങ്ങനെ ഞങ്ങൾ രണ്ടും കഴിച്ചു. അപ്പം നിങ്ങൾ ഇതുവരെ ക്യാരറ്റ് ഹൽവ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി വെക്കും കേട്ടോ, നല്ല രസമുണ്ട്. ഇന്ന് ഞാൻ പുതുതായിട്ട് മേടിച്ചിട്ടുള്ള കുറച്ച് നെയിൽ പോളിഷുകളും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെരുപ്പുകളും കാണിക്കുന്നുണ്ട്. ആമസോണിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ആമസോണിൽ നിന്ന് കൊണ്ട് ഒരുമിച്ച് അങ്ങോട്ട് കാണിക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഷുഗർ പോപ്പിൻ്റെ ഒരു 47 വരുന്ന നെയിൽ പോളിഷാണ്. നമ്മൾ ഉള്ളിയൊക്കെ പൊളിച്ചാലുണ്ടാകുന്ന ഒരു കളറില്ലേ, ആ ഒരു സെയിം കളറാണ് കേട്ടോ. ഭയങ്കര രസമുള്ള കളർ വെച്ചാൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് നെയിൽ പോളിഷുകളിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ് ഇങ്ങനത്തെ ഒരു നമ്മുടെ പർപ്പിൾ കളർ എന്നൊക്കെ പറയുന്നത്. ഈ ഒരു കളർ തന്നെ നല്ല രസമാണ് കാണാനായിട്ട്. അടിപൊളി വെച്ചാൽ കയ്യിലാണെങ്കിലും കാലിലൊക്കെ ആണെങ്കിലും നന്നായിട്ട് രസമാണ്. ഈ ഒരു എന്താ പറയുക നെയിൽ പോളിഷ്. അതേപോലെ ഈ ഒരു ചെരുപ്പാണെങ്കിലും കുറച്ച് ഹീൽ ടൈപ്പിലാണ്, ഒരു ബ്ലാക്കിൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. ആ ഒരു ചെരുപ്പാണെങ്കിലും അടിപൊളിയാണ്. അപ്പം കുറേ മുൻപ് മേടിച്ച ചെരുപ്പായതുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വേഗം ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പറഞ്ഞു. ആമസോണിൽ ബ്യൂട്ടി സെയിലാണെന്ന് 18 തീയതി 22 വരെ എനിക്ക് പറഞ്ഞ ഓർമ്മയില്ലാത്തതുകൊണ്ട് കേട്ടോ, വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്തത്. ഓക്കെ, അടുത്ത വന്നിട്ട് നമ്മളുടെ ഈ ഒരു നെയിൽ പോളിഷാണ്. ഇത് കുറച്ചൊരു ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ. ഇത് നമ്മുടെ ഷുഗർ പോപ്പിൻ്റെ തന്നെയാണ്. ഇത് കുറച്ചും കൂടെ ഒരു പെയിൻറ്റ് പോലെയാണ്. പക്ഷെ നമ്മൾ ആദ്യം കണ്ട അത്ര അങ്ങോട്ട്
ഇതായി തോന്നിയിട്ടില്ലെങ്കിലും ഇത് കറക്റ്റ് ഭയങ്കര പക്ക ഒരു പെയിൻറ്റ് പോലെ ലുക്കാണ്. ഒരു 2 കോട്ട് ഒരു 3 കോട്ട് അടിക്കുമ്പോഴാണ് ഏകദേശം നല്ല രീതിയിൽ ഫിനിഷ് ആവുന്നത് കേട്ടോ. മറ്റേതൊക്കെ 2 കോട്ട് അടിച്ചാലും ഓക്കെയാണ്. പക്ഷെ കുഴപ്പമില്ല കളറ്. ചിലർക്ക് ഇവിടെ അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ ഈ കളർ ഇഷ്ടം. ഞാൻ എൻ്റെ ആദ്യത്തെ കളറിനെക്കാളും അതാണ് ഇഷ്ടം. പിന്നെ നമ്മളുടെ ചെരുപ്പ് ഇത് ക്യാൻവി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിനെ തോന്നുന്നു. ഇത് വലിയ റേറ്റൊന്നും വരുന്നില്ല ഈ ഒരു ചെരുപ്പിനാണെങ്കിലും കേട്ടോ. ഇങ്ങനെ ബ്ലാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വള്ളിയൊക്കെ ആയിട്ട് ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടുള്ള ചെരുപ്പാണ്. ഇത് നമ്മുടെ ഷുഗറിൻ്റെ 60ൽ വരുന്ന ഒരു നെയിൽ പോളിഷാണ്. നമ്മൾ ആദ്യം കണ്ട ആ ഒരു നെയിൽ പോളിഷ് ഇല്ലേ, അതിനെക്കാട്ടും കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ചും കൂടെ ഒരു ഡാർക്കാണ്. അതിൻ്റെ ഒരു 2 പൊടിക്കെന്നൊക്കെ പറയില്ലേ, ആ ഒരു കളറിൻ്റെ കുറച്ചും കൂടെ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ കളർ ഇപ്പം എന്താ എനിക്ക് പറയാമെന്ന് അറിയില്ല കേട്ടോ. അപ്പം നമ്മൾ ബോട്ടിൽ കാണുന്ന സമയത്ത് വിചാരിക്കും സെയിം ആണെന്ന്, പക്ഷേ ഇടുന്ന സമയത്ത് നല്ല വ്യത്യാസം തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ചെരുപ്പാണെങ്കിലും ഹീൽ ടൈപ്പുള്ള ചെരുപ്പ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളി, നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള സൂപ്പർ ചെരുപ്പാണ് കേട്ടോ. എനിക്ക് ഇതിൻ്റെ ഹീൽ എനിക്ക് അത്ര കംഫർട്ടല്ല, പക്ഷെ ഞാൻ എന്താ പറയുക, ഇതിൻ്റെ ആ ഒരു മോഡലുണ്ടല്ലോ അത് കണ്ടിട്ട് അങ്ങനെ എടുത്താണ് കേട്ടോ. നല്ല ഭംഗിയുള്ളതാണ്. അപ്പോൾ നെയിൽ പോളിഷ് നമുക്കത് ഈ ഒരു കളറാണ് വരുന്നത്. പിന്നെ അടുത്ത് വന്നിട്ട് നമ്മുടെ ഷുഗറിൻ്റെ തന്നെ, സോറി ഈ സൈഡിൽ താഴെ ഉണ്ട്, എനിക്ക് തോന്നുന്നു 47 അങ്ങനെ എന്തോ ആണല്ലോ, 14 അല്ലേ, അതാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. അപ്പം ഇത് കുറച്ചും കൂടെ നമ്മുടെ ഒരു ഇതിനെന്താ പറയുക, ഈ സെയിം കളറാണ് കേട്ടോ. ഈ ഒരു കളറും എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ്. എൻ്റെ അടുത്ത് എപ്പോഴും എന്ന് വെച്ചാൽ ഉണ്ടാവുന്ന കളറാണ്. ആദ്യം കണ്ടതും അതേപോലെ തന്നെ ഈ ഒരു കളറ്. ഇതിൻ്റെ ഒരു ലൈറ്റ് അല്ലെങ്കിൽ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കളേഴ്സ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. നല്ല ഭംഗി. ഈ ഒരു കളറാണെങ്കിലും കയ്യിലിട്ടാണെങ്കിലും നമ്മുടെ കാലിക്കൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയുള്ള കളറാണ്. പിന്നെ അതാ ഈ ഒരു ചെരുപ്പ് വരുന്നത്, ഇതും ഞാൻ കുറേ യൂസ് ചെയ്തിട്ടോ. അങ്ങനെ വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. കുറേ യൂസ് ചെയ്ത ചെരുപ്പാണ്. അങ്ങനെ പെട്ടെന്ന് പോവുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നല്ല രസമാണ്. നമുക്ക് ഈ ഒരു ബാക്കിൽ ഇങ്ങനെ ഷൂ പോലെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ ഇങ്ങനെ കുറച്ച് നഖമൊക്കെ കാണാം. കുറച്ച് നഖമൊക്കെ നീട്ടിയിട്ടൊക്കെ ആകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ആ ഒരു ചെരുപ്പാണെങ്കിലും കാണാനായിട്ട്. ഇത് നേരത്തെ കണ്ടത് സെയിം നെയിൽ പോളിഷാണ്, സോറി. പിന്നെ അടുത്ത വന്നിട്ട് ഈ ഒരു നെയിൽ പോളിഷാണ്. ഇത് എനിക്കിങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ കാണുമ്പോൾ നല്ലൊരു എന്തോ ഒരു സ്റ്റൈലിഷ് ആയിട്ട് തോന്നും, ചിലപ്പോൾ കാണുമ്പോൾ ഒരു അലമ്പ് കളറായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ എനിക്ക് ഒരേ സമയം 2 ഫീലിങ്സ് തരുന്നൊരു നെയിൽ പോളിഷാണ് കേട്ടോ. നിങ്ങൾക്ക് എന്താ അഭിപ്രായം കൂടെ പറയണേ. എന്തോ ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു രസമുണ്ട്, പക്ഷേ ഇങ്ങനെ കളർ കൂടെ നോക്കുമ്പോൾ ഇത് എന്തൊരു അലമ്പ് കളറാണ് അങ്ങനെയും തോന്നുന്നു. എനിക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ. ഈ ഒരു കളറിനോട് അങ്ങനത്തെ ഒരു ഫീലാണ്. പക്ഷേ ഇതെങ്ങനെ കാണുമ്പോൾ എനിക്ക് രസമുണ്ട് തന്നെ പറയാൻ തോന്നുള്ളൂ. അപ്പം ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ കാണിച്ചു. എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ളതൊക്കെ ഓരോന്നിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരുന്നു. അത് 117 എന്ന് പറഞ്ഞിട്ടുള്ള എനിക്ക് റെനേൻ്റെ ആണ്. പിന്നെ ഇതാ ഈ ഒരു ചെരുപ്പ് ഷൂ എന്ന് പറയാം. ഫ്രണ്ടിൽ ഷൂ ടൈപ്പിൽ, ബാക്കിൽ ഇങ്ങനെ എന്താ പറയുക ഇതേപോലെയാണ് വരുന്നത്. ഇതിൻ്റെ തന്നെ വേറെ കളേഴ്സൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ സെയിം ബ്ലാക്ക് എൻ്റെ കയ്യിലുണ്ട്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള അടിപൊളി സൂപ്പർ ചെരുപ്പാണ്. ഡെയിലി വെയർ ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ലതാണ് കേട്ടോ. അപ്പം എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ഏതാ വേണ്ടത് വെച്ചാൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. എന്തായാലും നമുക്കിനി പിന്നെ കാണാം. ബൈ.